മാർച്ച് 8 വനിതാ ദിനം. ലോകമെങ്ങും വനിതാ ദിനം ആചരിക്കുന്നു. സ്ത്രീ അവകാശ പോരാട്ടങ്ങളിൽ നേതൃത്വവും പിന്തുണയും നൽകിക്കൊണ്ടും നീതിയുടെയും ഉൾക്കൊള്ളലിന്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ വനിതാ ദിന പരിപാടികളും വേറിട്ടതാണ്. ബജറ്റ്, വസ്ത്രസ്വാതന്ത്ര്യം, ജനപ്രാതിനിധ്യം, ഫാഷിസം തുടങ്ങിയ വിഷയങ്ങളാണ് മുൻവർഷങ്ങളിലെ ഉള്ളടക്കം. സമകാലിക കേരളത്തിൽ വളരെയധികം അരക്ഷിതത്വവും അവഗണനയും സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും കാറ്റിൽ പറത്തിയ 10 വർഷങ്ങൾ. അവൾക്കൊപ്പമെന്ന വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഈ വനിതാ ദിനത്തിൽ സർക്കാർ ആർക്കൊപ്പം എന്ന കൃത്യവും ശക്തവുമായ ചോദ്യം ഉന്നയിക്കുകയാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. പോക്സോ കേസിൽ പോലും പ്രതികൾക്ക് ഓശാന പാടുന്ന സർക്കാരും മന്ത്രിയും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംവിധാനത്തെ തുറന്നു കാണിക്കുന്ന പാലത്തായി കേസ്. പണവും പദവിയും പ്രതാപവുമൊന്നും നീതി നേടിത്തരില്ലെന്ന് വിളംബരം ചെയ്യുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. നിഷ്ഠൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളും തുടരുമ്പോഴും പ്രിവിലേജ്ഡായ വേണ്ടപ്പെട്ടവരൊന്നും ശിക്ഷിക്കപ്പെടരുതെന്ന് ശാഠ്യമുള്ള സർക്കാർ ആർക്കൊപ്പമാണ്? നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ തെരുവിലിറങ്ങേണ്ടി വരുന്ന കാലം. ചികിത്സാ പിഴവുകൾ അറ്റമില്ലാതെ ആവർത്തിക്കപ്പെടുമ്പോൾ, ആതുരാലയങ്ങളിൽ കെടുകാര്യസ്ഥത വാഴുമ്പോൾ, അവശ്യ സാധനങ്ങളും ആനുപാതിക സ്റ്റാഫും ലഭ്യമാവാതിരിക്കുമ്പോൾ, സ്വകാര്യ ആശുപത്രികളെ കോർപ്പറേറ്റുകൾ വിഴുങ്ങുമ്പോൾ, വകതിരിവോടെ സമീപിക്കാതെ സിസ്റ്റത്തെ പഴിപറയുന്ന മന്ത്രിയും സർക്കാരും ആർക്കൊപ്പമാണ്? ആർക്കൊപ്പമാണ് സർക്കാർ എന്നതിൻ്റെ ഉത്തരം കിട്ടാൻ സർക്കാരിൻ്റെ മദ്യനയത്തിലേക്ക് നോക്കിയാൽ മതി. എണ്ണത്തിൽ കൂടുതൽ മദ്യപന്മാരാണെങ്കിലും അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. മദ്യനിരോധനം ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന സർക്കാർ ബീവറേജ് ഫാക്ടറി തുടങ്ങുന്നു. മദ്യ ബ്രാൻഡിന് പേരിടൽ മത്സരം നടത്തുന്നു. പേരിൻ്റെ പേരിൽ കേരള സ്റ്റോറിയെ എതിർത്തവർ മലബാർ ബ്രാൻഡിയെ ആഘോഷിക്കുന്നു. വീണ്ടും വീണ്ടും ഉറക്കെ ചോദിക്കേണ്ടി വരികയാണ്, സർക്കാർ ആർക്കൊപ്പം?